എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം ഒന്നുകൂടി നമുക്കൊന്ന് ധ്യാനിച്ച് മുന്നോട്ട് പോകാം. ആ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന വലിയ ആത്മീക സത്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യനെ സംബന്ധിക്കുന്ന അടിസ്ഥാനപരമായ ചില സത്യങ്ങളാണ് ഈ വചനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ദൈവവചനം പഠിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഏത് വിഷയം പഠിക്കാനായിട്ട് തുടങ്ങുമ്പോഴും ആ വിഷയ സംബന്ധമായി ആദ്യ പരാമർശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യനെക്കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് ആദ്യമായി മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ എന്നുള്ള കാര്യം അതിപ്രധാനമായിരിക്കും. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നും പൊടിയിൽ നിന്നുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നുമൊക്കെ മനുഷ്യനെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. അതിനോട് ചേർന്ന് തന്നെ അതിപ്രധാനപ്പെട്ട മറ്റൊരു സത്യം ഈ 7-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം. നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യൻ്റെ ശരീരം മെനഞ്ഞ ശേഷം ദൈവം അവൻ്റെ നാസാദ്വാരങ്ങളിലേക്ക് ജീവവായു പ്രവേശിപ്പിച്ചതിൻ്റെ കൂടെ പ്രാണനും കൂടി പ്രവേശിച്ചു, അഥവാ ആത്മാവ് കൂടി പ്രവേശിച്ചു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ് ഈ 7-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യത്വത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ദേഹി ആത്മാവ് എന്ന ഭാഗം. മനുഷ്യൻ മണ്ണിൽ നിന്ന് എടുത്ത ശരീരവും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദേഹി ആത്മാവും ഇത് രണ്ടും കൂടെ ചേരുന്ന ഒരു യൂണിറ്റാണ്. അതുകൊണ്ട് മനുഷ്യനെ ഒരു ഡൈക്കോട്ടമി എന്ന നിലയിൽ പറയാറുണ്ട്. ഈ ഡൈക്കോട്ടമിയിൽ ഈ ചേർന്നിരിക്കുന്ന രണ്ട് ഘടകങ്ങളിൽ മണ്ണിൽ നിന്ന് മെനഞ്ഞ ശരീരമാണോ അതോ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ദേഹിയാത്മാവാണോ പ്രധാനപ്പെട്ടത് എന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെ നിർണ്ണയിക്കാൻ പോകുന്നത് നമ്മൾ ഇതിലേത് ഘടകത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സാധാരണഗതിയിൽ മനുഷ്യരൊക്കെ അവൻ്റെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിക്കുകയും ഓടി നടക്കുകയും ചിന്തിക്കുകയും ആകുലപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ ദൈവം വെച്ചിട്ടുള്ള ആത്മാവിനെക്കുറിച്ച്, ആ ആത്മാവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ഈ ആത്മാവിൻ്റെ ജീവനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. മനുഷ്യൻ എന്നാൽ എന്ത് എന്ന ഒരു ചോദ്യത്തിന് രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, ആത്മാവുള്ള ഒരു ശരീരമാണ് മനുഷ്യൻ. ഇതൊന്നാമത്തെ സാധ്യത. രണ്ടാമത്തെ സാധ്യത, ശരീരമുള്ള ഒരു ആത്മാവാണ് മനുഷ്യൻ. അപ്പോൾ മനുഷ്യൻ ശരീരത്തിനുള്ളിലുള്ള ആത്മാവാണോ അതോ ആത്മാവുള്ള ഒരു ശരീരമാണോ? ഈ രണ്ട് സത്യങ്ങളും ചേരുമ്പോഴാണ് മനുഷ്യനാകുക എന്ന് പറഞ്ഞാൽ തന്നെയും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ശരീരമുള്ള ഒരു ആത്മാവാണ് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അഥവാ ഈ ശരീരം വിട്ടാലും ഞാനുണ്ട്, നിങ്ങളുണ്ട്. ഈ ശരീരം വിട്ടാലും ആ വ്യക്തി നിലനിൽക്കുന്നു എന്നത് ദൈവവചനത്തിൻ്റെ പഠിപ്പിക്കലാണ്. ഭൗതികമായ നമ്മുടെ ഈ ശരീരം, മണ്ണിൽ നിന്ന് ദൈവമെടുത്ത ഈ ശരീരം മണ്ണിലേക്ക് തിരികെ ചേരുമെങ്കിലും ദൈവം തന്ന അഭൗതികമായ ഭാഗമായ ആത്മാവ് അതെന്നേക്കും ജീവിക്കുവാനായി ദൈവം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാകണം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ശരീരത്തെക്കുറിച്ച് നമുക്ക് ഉണ്ടായിരിക്കുന്ന കൺസേൺ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ആത്മാവിനെക്കുറിച്ച് നമുക്ക് ഒരു കൺസേൺ ആവശ്യമാണ്, നമുക്ക് വിചാരം ആവശ്യമാണ്. കാരണം അഭൗതികമായ നമ്മുടെ ആ ദേഹിയാത്മാവ് അതാണ് നിലനിൽക്കുവാനായിട്ട് പോകുന്നത്. മനുഷ്യനെ ദൈവം പലപ്പോഴും ബൈബിളിൽ ഒരു ദേഹിയായിട്ടാണ് കാണുന്നത്. അവൻ്റെ ശരീരത്തിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അവൻ്റെ ആത്മാവിന്, അവൻ്റെ ദേഹിക്ക് കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ഈജിപ്തിലേക്ക് പോയ മനുഷ്യരെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ആ ദേഹികൾ എല്ലാം കൂടി 70 എന്നാണ് പറയുന്നത്. 70 മനുഷ്യരുണ്ടായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 70 ദേഹികൾ ആയിരുന്നു എന്നാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും അവിടെ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളിൽ 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണാം.
പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നതിനെക്കുറിച്ച് യാതൊരു ആകുലതയും അപ്പോസ്തലന് ഉണ്ടായിരുന്നില്ല. എന്നാൽ അകമേയുള്ള മനുഷ്യൻ്റെ ആരോഗ്യം, സുസ്ഥിതി, ആ മനുഷ്യൻ്റെ നന്മ, അതായിരുന്നു പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിഷയം എന്ന് നാം ഓർത്തിരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെ സംബന്ധിച്ച് ഏതാണ് പ്രധാനപ്പെട്ട ഭാഗം? നിങ്ങളുടെ ശരീരമാണോ, നിങ്ങളുടെ ആത്മാവാണോ? ശരീരത്തിന് വേണ്ടി നാം എന്തെല്ലാം ചെയ്യുന്നു? ആഹാരം വളരെ സൂക്ഷ്മതയോടെ നാം തിരഞ്ഞെടുക്കുന്നു. മനോഹരമായ വസ്ത്രങ്ങൾ നാം അണിയുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ ആവശ്യമായ എല്ലാം നമ്മൾ ചെയ്യുന്നു. ചെറിയ ഒരു അസുഖം വന്നാൽ ചികിത്സയ്ക്കായി എത്ര പണം മുടക്കുവാനും നമ്മൾ തയ്യാറാണ്. ദൈവസന്നിധിയിൽ പ്രധാനപ്പെട്ട, നിത്യതയിൽ നിലനിൽക്കുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഈ ആത്മാവിനെക്കുറിച്ച്, ആ ആത്മാവിൻ്റെ ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ച്, ആത്മരക്ഷയെക്കുറിച്ച് ഒക്കെ നാം എത്ര ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ് എന്ന് ഓർക്കുക. ദൈവം ഈ ചിന്തകളാൽ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.